സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജാലി കോച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയുന്നുണ്ടാവും, നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും കാണാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എജിലിറ്റി ആൻഡ് കോർഡിനേഷൻ ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. എജിലിറ്റി ലാഡറിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആണ്. നിങ്ങൾക്ക് ഒന്നും കൂടി അപ്ലൈ ചെയ്യാം. പ്രാക്ടിക്കൽ സെൻസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? എക്സാക്ട്ലി, പ്രാക്ടിക്കൽ സെൻസിൽ ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോച്ച്, എന്താണ് എജിലിറ്റി ശരിക്കും പറഞ്ഞാൽ? ഈ എജിലിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പീഡ് എന്ന് പറയും. ഓക്കെ, പക്ഷേ സ്പീഡ് അല്ല, സ്പീഡ് വിത്ത് കൺട്രോൾ, അതിനാണ് ശരിക്കും എജിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫുട്ബോൾ മാനറിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്ലെയർക്ക് സ്പീഡ് കൊണ്ട് മാത്രം നമുക്ക് ബോൾ വിൻ ചെയ്യാൻ പറ്റില്ല. അതെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്പീഡ് വിത്ത് കൺട്രോൾ എന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചേഞ്ച് ഓഫ് ഡയറക്ഷൻ, ഓടുന്ന സമയത്ത് സ്പീഡ് കുറയാതെ തന്നെ ചേഞ്ച് ഓഫ് ഡയറക്ഷനിൽ പോവുക, ബോൾ വിൻ ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു മീനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു മീനിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലേ, ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്ലെയർ, ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള പ്ലെയർ, ഇതും കൂടി എജിലിറ്റി ഹൈ ആണെങ്കിൽ പിന്നെ ആ പ്ലെയർ പ്രൊഡക്റ്റീവ് ആയിരിക്കും അയാളുടെ മൂവ്മെൻറ്റ്. പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഏത് പ്രായത്തിൽ അതൊക്കെ ചെയ്തു തുടങ്ങി? നമുക്ക് ഇപ്പോൾ അണ്ടർ 10 മുതൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറ്റും. അപ്പോൾ നമ്മൾ അണ്ടർ 10 ഇപ്പോൾ നമ്മളൊരു അണ്ടർ 10 കുട്ടി മൂവ് ചെയ്യണം, ഞാൻ ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാം. അതെങ്ങനെയാണ് അതിൻ്റെ സാധനങ്ങൾ. നമ്മൾ ആദ്യം പറയുന്ന അവനോട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബോക്സിൽ ടച്ച് ജസ്റ്റ് നടക്കാൻ പറയുന്നു. നടക്കാം. അത് നടക്കുമ്പോൾ നമ്മൾ ആ റണ്ണിങ്ങിൻ്റെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത പോലെ നടക്കാൻ പറയുന്നു. നമ്മളിങ്ങനെ നടക്കാൻ പറയുന്നു. ഒരിക്കലും ഈ സമയത്ത് സ്പീഡോ അല്ലെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യരുത്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അവൻ നടക്കാൻ പഠിപ്പിക്കലാണ് ഞാൻ പറഞ്ഞത്. അണ്ടർ 10 ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അവന് ഇതൊരു കുറേ റെസ്ട്രിക്റ്റഡ് ആണല്ലോ ഈ സാധനങ്ങൾ. ഇതൊക്കെ റെസ്ട്രിക്റ്റഡാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഓടിയാൽ മതി. നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഇതിൽ ഫുഡ് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യിച്ച് കണ്ടിട്ട് അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ എക്യുപ്മെൻറ്റുമായി അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഒരു മെറ്റീരിയലുമായിട്ട് ആ പ്ലെയർ കണക്റ്റഡ് ആവും. പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ഇപ്പോൾ എന്താ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തിനാണ് ചെയ്യണമെന്നുള്ള ഒരു ഫാക്റ്റ് പലപ്പോഴും കുട്ടികൾക്ക് കിട്ടും. ഇത് എത്ര സമയം ചെയ്യണം, ഇത് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീനിൽ എത്ര റെസ്റ്റ് എടുക്കണം, ഇത് ആഴ്ചയിൽ എത്ര തവണ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പലർക്കും അറിവുണ്ടാവും, പക്ഷെ അറിവുള്ളവരും പലരും ഷെയർ ചെയ്യുന്നില്ല. ഇത് നമ്മുടെ ഒരു പസിൽ മാതിരിയാണ്. നമ്മൾ ഇതിന്റെ ഓരോ ട്രെയിനിങ്ങും നമ്മുടെ ഗെയിമിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഫേസ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബിഗർ പിക്ചർ. കാരണം ഏത് ട്രെയിനിങ് എടുത്താലും അതിന് സൂം ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കളിയുടെ ക്ലിയർ കിട്ടുള്ളൂ. അപ്പം അണ്ടർ 10 ഒക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ അവരോട് ഒരിക്കലും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവരെ നമ്മളിപ്പോൾ റോങ്ങിൽ ടച്ച് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നമ്മൾ അവനെ വിടുക. നമ്മൾ പറയാം ട്രൈ ടു കീപ് ദ ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവനോട് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ ഈ ഒരു സാധനത്തിൽ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ഇതിൽ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ ബോഡിയുടെ പിന്നെ അലൈൻമെൻറ്റ് എപ്പോഴും ലീനിങ് ആയിരിക്കണം വിത്ത് കൺട്രോൾ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കൺട്രോൾ അല്ല. കാരണം നമ്മളിപ്പോൾ ഒരു സ്പ്രിൻറ്ററെ സംബന്ധിച്ച്, ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ച് അവൻ ഇങ്ങനെ ആയാലും അവനക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ഫുട്ബോൾ മാനർ സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ ബോൾ ഉണ്ടല്ലോ, ഈ ബോളിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇതില്ലാതെ നമുക്കൊന്നും ഇത് ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മളിത് പോകുമ്പോൾ ബോഡി കൺട്രോൾഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഞാനൊന്ന് മൂവ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഡയറക്ഷൻ നമ്മളുണ്ട ഇതിൽ മൂവ് ചെയ്യുമ്പോൾ ഇത് കൺട്രോൾഡ് ആയിരിക്കണം. ഒരു ബോൾ വന്നെടുത്തിട്ട് മൂവ് ചെയ്യാനുള്ള നമ്മൾ ഇതിൻ്റെ ആ ഒരു ഇതിലേക്ക് കുട്ടികളുടെ തലയുടെ ഉള്ളിലേക്ക് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ആ കണക്ഷൻ കളിയായിട്ടുള്ള കണക്ഷൻ. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, പലതരം ട്രെയിനിങ്ങൾ ഒരു ഫുട്ബോളർക്ക് ഉണ്ടാവും. വെയിറ്റ് ട്രെയിനിങ് ഉണ്ടാവും, വിത്ത് ബോൾ ട്രെയിനിങ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സെഷനൊക്കെ ഉണ്ടാവും. അപ്പം ഈ സെഷൻ ഏത് റെജിമിലേക്കാണ് ഫിറ്റ് ചെയ്യുക? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ സ്പീഡ്, അതല്ലെങ്കിൽ ഈ ഒരു ലാഡർ അതായത് ഇപ്പം നമ്മളിതിനെ സ്പീഡിൻ്റെ ഇതിലൊക്കെ മൂവ്മെൻറ്റിലൊക്കെ നമ്മളിതിനെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഒരു സ്പീഡിനെ ക്രിയേറ്റ് ചെയ്യണത് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം സ്പീഡിന് നമുക്ക് ഈ നോർമൽ പ്ലേസിലും സ്പീഡിനെ ക്രിയേറ്റ് ചെയ്യും. ഇത് എസ്പെഷ്യലി ഒരു ഡിമാൻഡ് ഉണ്ട്, എജിലിറ്റി അല്ലെങ്കിൽ ഒരു ലോക്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ലോക്കിൽ നമ്മൾ എങ്ങനെ മാക്സിമം സ്പീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെ ഉപയോഗിച്ച് നിങ്ങൾ സ്പീഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പ്യുവർ സ്പീഡ് വേറെ ഉണ്ട്. ആ സ്പീഡ് ഉപയോഗിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ കുട്ടി എജൈലായി എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആഴ്ചയിൽ എത്ര ദിവസം ഇത് ചെയ്യണം?
ഇപ്പം നമ്മളൊരു ശരാശരി നമ്മൾ ഒരു നോർമൽ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ അക്കാഡമികളെ കുറിച്ചിട്ട് അവർക്കൊരു പാറ്റേൺ ഒക്കെ ഉണ്ടായിരിക്കും. അവരെ മാറ്റി നിർത്തി നമ്മളൊരു നോർമൽ കുട്ടിയെ സംബന്ധിച്ച് ഇത് ഒരു പ്യുവറായിട്ട് വീക്കിലി ടു ടൈംസ് എങ്കിലും ഇതിനായിട്ട് സമയം മാറ്റി വെക്കണം. ഓക്കെ, മെൻ്റലി ഫോക്കസ് ചെയ്ത് റിലാക്സ് ചെയ്ത് നന്നായി വാംപ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത്രയും ഇപ്പോൾ ഒരു അണ്ടർ 12 അണ്ടർ ഇത്രയും ലെങ്ത് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഷോർട്ടായിട്ട് ഒരെണ്ണം മൂവ് ചെയ്യുന്നു, റിലാക്സ് ആവുന്നു, നടന്നു വരുന്നു, തിരിച്ചു ഇവിടെ വന്നിട്ട് വീണ്ടും അവൻ റിലാക്സ് ആവുന്നു. ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ മൂവ്മെൻറ്റിലായിരിക്കണം പോകേണ്ടത്. അത് കഴിഞ്ഞ ആൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ 2 മൂവ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു സ്പീഡിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ കൺട്രോൾ ചെയ്ത് പോവാം. ഇപ്പോൾ നോക്ക്, കണ്ട ഞാൻ ഒറ്റ യെല്ലോ ലൈനിലും ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അതെ, ഇപ്പം ഇതിനെ നമ്മൾ എന്നോട് കൂടുതൽ സ്പീഡിൽ പോകാൻ പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ ഇതിലൊക്കെ ടച്ച് ചെയ്യും. അപ്പം നമ്മൾ ഇതിൻ്റെ യൂസ് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഇങ്ങനെ പോകും. ഹൈനി പോയിട്ട് ബോഡി ബെൻഡ് ആവും. അപ്പോഴും ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി കിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ട് കൂടി ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ അപ്പർ ബോഡി പറയും. ഇപ്പോൾ എൻ്റെ അക്കാഡമിയിലെ കുട്ടികൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ലോവർ ലിമ്പും അപ്പർ ലിമ്പും വളരെ പ്രൊഡക്റ്റീവാണ്. നമ്മൾ കണ്ട ഇതായിരിക്കണം മൂവ്മെൻറ്റ്. അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു അണ്ടർ 10 കുട്ടികളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അണ്ടർ 15 കഴിഞ്ഞാൽ അവർക്കിത് വളരെ ഈസി ആയിരിക്കും ചെയ്യാൻ. ആ ഡീറ്റെയിൽ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ കൈയിൻ്റെ മൂവ്മെൻറ്റ് ഇതിൽ ഒരു റിപ്പീറ്റ് ചെയ്യാണ്. കൈയിൻ്റെ മൂവ്മെൻറ്റ്, ലോവർ ലിമ്പ്, അപ്പർ ബോഡി, ഇതായിരിക്കും മൂവ്മെൻറ്റ് വിത്ത് കൺട്രോൾ. ഇതിന് നമുക്ക് ഗെയിമിൽക്ക് ഇപ്പോൾ ഒരു ഗോൾ കീപ്പറാണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയാം. ഗോൾ കീപ്പർ മൂവ് ചെയ്യുന്നു, അവിടെ എത്തുന്നു, പൊസിഷൻ, ബോൾ, ടേക്ക്. ഇതിന് നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് പൊസിഷൻ വൈസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു കോച്ചിൻ്റെ എബിലിറ്റി പോലെ നമുക്കിത്. പക്ഷെ ബേസിക്കലി ഈ സാധനത്തിൻ്റെ ഡിമാൻഡ് എന്താണ്, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് കോച്ച് പ്ലേസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഈ പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഏത് ട്രെയിനിങ് ആണെങ്കിലും ആദ്യം ബ്രീഫ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു, എന്നിട്ട് പ്ലേയേഴ്സിനോട് ചെയ്യാൻ വേണ്ടി പറയുന്നു. അതിനുശേഷം കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു എന്നാണല്ലേ. അപ്പം അതും ഇത് അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും. എക്സാക്ട്ലി. അപ്പൊ പിന്നെ അതേപോലെ കോച്ച് നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഈ സേഫ്റ്റി, നമ്മൾ ഏതാണെങ്കിലും ഏത് ട്രെയിനിങ് ചെയ്യുമ്പോഴും സേഫ്റ്റി വളരെ നമ്മൾ ചെയ്യുന്ന പ്രതലം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കുന്നത്? നമ്മൾ സേഫ്റ്റി പറയുമ്പോഴേ ഇപ്പം നമ്മൾ നോർമലി ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഞാൻ പ്രൊഫഷണൽ ടീമുകളെ മാറ്റി വെച്ചിട്ട് സാധാരണ കുട്ടികൾ അവർ നമ്മളൊരു ട്രെയിനിങ് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് അവിടെ നടന്ന് നോക്കണം എന്ന് പറയാം. കാരണം നമ്മളിവിടെ കളിക്കുന്ന ഏരിയ ചിലപ്പോൾ കല്ലുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് നല്ല സർഫസാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു കല്ലുണ്ടെന്ന് വിചാരിക്കുക. സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിച്ചില്ല. ഈ പോണ വഴിക്ക് ഈ കുട്ടി ഡ്രോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാല് തെന്നുന്നു, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഏത് പ്രതലത്തിലാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ പ്രതലവുമായി നമ്മൾ മെൻ്റലി നമ്മൾ അറ്റാച്ച് ചെയ്യാന്ന് പറയും. നമ്മൾ പോയി ഒന്ന് വാച്ച് ചെയ്യുക, ക്ലിയർ അല്ലേ നോക്കുക, റിപ്പീറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതെ. അപ്പോൾ ഇതൊരു സീനിയർ പ്ലെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജൂനിയർ പ്ലെയേഴ്സും അത് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതെ, സേഫ്റ്റി. അതെ, ഇഞ്ചുറി സ്വയം വരുത്താതിരിക്കുക, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് പരമാവധി വരുത്താതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ നാട്ടിൽ സേഫ്റ്റി കൾച്ചർ കുറച്ച് വളരെ കുറവാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം സെവൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ പറയുന്ന കാര്യം. ഇത്രയാണ് ഇപ്പം ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള. പിന്നെ നമ്മൾ ഇതിന്റെ കുറെ ഹയർ സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ ചെയ്യാവുന്ന ഈ ഒരു പിന്നെ ലാറ്ററൽ മൂവ്മെന്റ്. ഈ ലാറ്ററൽ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലാണ് ഇതിന്റെ ബേസിക് ലാറ്ററൽ മൂവ്മെന്റ്. ഈ ലാറ്ററൽ മൂവ്മെന്റ് നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിനെ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ വലിക്കണം. നമ്മൾ ഒരിക്കലും പിന്നെ ഇങ്ങനെ പോരുത്. ഇങ്ങനെ പോയി അതിൻ്റെ അർത്ഥം ഇത് കൺട്രോൾ അല്ല എന്നാ. കാരണം നമ്മൾ ഈ ഒരു മൂവ്മെന്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ കണ്ട ബോഡിയുടെ പൊസിഷൻ കണ്ട എപ്പോഴും നമ്മൾ ഒരു അടുത്ത മൂവ്മെന്റിലേക്കും അല്ലെങ്കിൽ അടുത്തൊരു ആക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ നമ്മുടെ ബോഡിനെ നമ്മൾ ആപ്റ്റ് നിർത്തണം. നമ്മൾ ഇങ്ങനെ ചിലവരോട് ഇങ്ങനെ പോകണം. എവിടെ നമ്മൾ കാണുന്നത്? കാരണം നമ്മൾ പന്ത് കളിക്കാരെ കുറിച്ചിട്ട് സംസാരിക്കണം. പന്ത് കളിക്കാരെ എപ്പോഴും നമ്മളെന്താ അപ്പർ ബോഡി എപ്പോഴും ഓപ്പൺ ആയിട്ട് നമുക്ക് വിഷൻ വേണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളൊരു ഇപ്പോൾ ഗ്രാസ് റൂട്ടിൽ പഠിപ്പിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിലേക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പഠിപ്പിക്കും. എന്നിട്ട് കുട്ടിയോട് കളിക്കുമ്പോൾ തല പൊക്കാൻ പറയും. അപ്പോൾ അതിൽ കോൺട്രഡിക്ഷൻ ആയ സംഭവം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ എന്തിനാണ് ഈ പർപ്പസ് ചെയ്യിക്കുന്നത് ഈ പ്ലെയറെ കൊണ്ട്. ഈ തല പൊക്കുന്നത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ അക്കാദമിയിലെ
കോച്ചുമാരായിട്ട് ചർച്ച ചെയ്തപ്പോൾ വന്നൊരു കാര്യമാണ്, നമ്മൾ 15 വയസ്സുള്ളൊരു കുട്ടി അതുവരെ തല പൊക്കി കളിച്ചില്ലെങ്കിൽ പിന്നെ അവനെ തല പൊക്കിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല, വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാം അല്ലേ? കാരണം അത് പിന്നെ സാധ്യമല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ കാരണം നമ്മൾ ഈ കാണുന്നത് ഒരു ടോപ്പ് ക്ലാസ് ഫുട്ബോൾ കളിക്കാനാണ് നമ്മളെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ കുട്ടികളും. അപ്പോൾ ആ കുട്ടിക്ക് ഈ ചേരേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വളരെ വഴി ഈസിയാവും. അതെ. അപ്പോൾ നമ്മൾ എന്ത് ഡ്രിൽസ് ചെയ്യുന്ന സമയത്തും ഗെയിമിലാണെങ്കിൽ പ്യുവർ നിങ്ങളത് ഗെയിമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുക ഇങ്ങനൊരു സാധനം, ഇതും ഗെയിമും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് കൊടുക്കാൻ പറ്റണം പ്ലെയർക്ക്. അത് ഭയങ്കര സയൻറ്റിഫിക് വേർഡൊന്നും ഉപയോഗിക്കേണ്ട, വളരെ പച്ചയായി ഈ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ലളിതമായി നിരന്തരം പറയും. അതെ അതെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊക്കെ ഒരു മെമ്മറി ഉണ്ടല്ലോ, അതിൽ ഓട്ടോമാറ്റിക്കലി ആ മെമ്മറിയിൽ സാധനം കയറി കിടന്ന് പിന്നെ എന്ത് ചെയ്യില്ല. ഇപ്പം ഞാനൊരു രസകരമായിട്ട് പറയാം, ഞാൻ ഡി ലൈസൻസ് 2013 ആണ്. ഇപ്പോൾ നൗഷാദ് മൂസ സാറാണ് നമ്മളെ പഠിപ്പിച്ചത്. ഈ ലാഡർ അന്ന് ഇന്ത്യയിലെ സയ്യിദ് നയ്യിമുദ്ദീൻ എന്ന് പറഞ്ഞ വലിയൊരു കോച്ച് ലാഡർ ഉപയോഗിച്ചിട്ട് എൻഡ്യൂറൻസ് വർക്കൗട്ടാണ് ചെയ്യിച്ചിരുന്നു പറഞ്ഞു. മുബറന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് അത് 90s early 90s ആവും. അപ്പോൾ നമ്മൾ അന്നത്തെ അറിവില്ലായ്മ പ്രശ്നമായിരിക്കും. അപ്പോൾ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്, ഇതും ഗെയിമും തമ്മിൽ കണക്ഷൻ എന്താണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ മനസ്സിലാക്കുക. അത് ലളിതമായിട്ട് നമ്മുടെ ട്രെയിനീസിന് പറയാം. ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2-3 പിന്നെ വർക്കൗട്ടുകൾ മൂവ്മെൻറ്റ് കോച്ച് ആദ്യം ഒരു ബിഗിനർ ലെവലിൽ തുടങ്ങിയിട്ട് ഞാൻ അത് ബിഗിനർ ഇതിൽ തന്നെ നമുക്ക് പല ഇംപ്രൂവൈസേഷൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ബിഗിനറോട് ഈ ഒരു ഇതിൻ്റെ ഹാഫിൽ കണക്ട് ഫുൾ പിച്ചിലേക്ക് ഫുൾ ലെങ്ത്തിലേക്ക് ഒരു ബിഗിനറെ വിടരുത്. ബിഗിനർ ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കറക്ഷൻ ആയിരിക്കണം, പഠിക്കലായിരിക്കണം. അവിടെ നമ്മൾ പ്രൊഡക്ടിവിറ്റിയിലേക്കോ അല്ലെങ്കിൽ സ്പീഡിലേക്കോ നോക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിഗിനറോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി മൂവ് ചെയ്യാൻ പറയാം. ഫോം കീപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കഴിയുന്നു മെല്ലെ ഗ്രൂപ്പാണ് നമ്മൾ ഇവിടെ വൈഡായിട്ട് വരുന്നു, ഈ സാധനങ്ങൾ ചെയ്യുന്നു. ഇനി അതിൻ്റെ ഇംപ്രൂവൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ലെഗ്. അപ്പോഴും ഈ ഫോം വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടുത്ത വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡബിൾ ലെഗ് ചെയ്തു, പിന്നെ ഇതിന് ഡബിൾ ലെഗ്, സിംഗിൾ ലെഗ് അങ്ങനെ ഇങ്ങനെ കുറേ ഇതിൻ്റെ ഇംപ്രൂവൈസേഷൻ മോഡലുണ്ട് ഈ ലീനിയർ മൂവ്മെൻറ്റിൽ. ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ ഒരു ഈ കുട്ടി ഈ ലാഡറിൽ എക്സലൻ്റ് ആയി വിചാരിക്കുക. അപ്പോൾ ഇവനെ നമ്മളെങ്ങനെ, ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ മുസ്തഫ കോച്ച് എന്നോട് സ്റ്റോപ്പ് എന്ന് പറയണം കേട്ടോ. പോകുമ്പോൾ സ്റ്റാർട്ട് ഈ കണക്ഷൻ കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോസ്റ്റിൻ്റെ ഇത് എങ്ങനെ ഗെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മളിവിടെ ഒരു ടാർജറ്റ് ഗോൾ പോസ്റ്റ് വെച്ചിട്ടുണ്ട്, അല്ല ഇവിടെ വെച്ചിട്ടുണ്ട്. മുസ്തഫ കോച്ചിൻ്റെ കയ്യിൽ ബോളുണ്ട്. ഈ ബോൾ പിടിക്കുന്നു, കയ്യിൽ ബോൾ വെച്ചിട്ട് ഞാൻ മൂവ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് പറയുന്നു, ബോൾ ഇടുന്നു, കൺട്രോൾ ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. ലീനിയർ മൂവ്മെൻറ്റ്. ലാറ്ററൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കുറേ കോർഡിനേഷൻ വർക്കൗട്ടുകളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസും ഈ ലീനിയർ മൂവ്മെൻറ്റ് പഠിച്ചാൽ മാത്രമാണ് ഇതിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലാറ്ററൽ, റിവേഴ്സ് ലാറ്ററൽ, കുറേ സാധനങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബേസിക് പഠിപ്പിക്കുക. ഇപ്പം ഞാനിത് ചെയ്യാം, എന്നിട്ട് പിന്നെ കോച്ച് എൻ്റെ കറക്ഷൻസ് പറഞ്ഞു. ഓക്കെ. യെസ്. ഇതിപ്പോൾ നമ്മൾ 2 അപ്പർ ലിംബ് ലോവർ ലിംബ് 80% കറക്റ്റാണ്. ഓക്കെ. അപ്പർ ലിംബിൽ എന്താ മിസ്റ്റേക്ക് പറ്റിയത്, ഡൗൺ ആയിരുന്നു മുസ്തഫയുടെ ലുക്ക്, നോട്ടം അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്യാം. യെസ്, ഇപ്പോൾ കറക്റ്റായി. ഇനി ഇതിപ്പോൾ നമുക്കൊരു കുട്ടിക്ക്, ഇപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യില്ല, ഈ കറക്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയാണ് നമ്മൾ സ്ലോ. ഓക്കെ. എന്നിട്ട് ലിഫ്റ്റ് ഈ സ്ലോയിൽ പഠിപ്പിക്കുക. മെല്ലെ തിന്ന പനം തിന്നാന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ തട്ടില്ല. അപ്പോൾ ഇത് ചെയ്യിക്കുക. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പർ ലിംബ് ലോവർ ലിംബ് 2 കണക്റ്റഡാണ്. നിങ്ങളുടെ ഇതിലേക്ക് നോക്കുമ്പോൾ കറക്റ്റാണ്, ഞാൻ അപ്പർ ലെവലിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ പ്രശ്നം. അതെ. ഇതാണ് നമ്മൾ മൈക്രോസ്കോപ്പിക്കായിട്ട് ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു കുട്ടി ലാറ്ററൽ മൂവ് ചെയ്യുമ്പോൾ ഒരു കോച്ച് എപ്പോഴും ഇവിടെ ആയിരിക്കണം. ഒബ്സർവേഷൻ. ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം. ഒബ്സർവേഷൻ. ആ കുട്ടിക്ക് അത് ഇപ്പം ഈ പറഞ്ഞ കറക്ഷൻ ശരിക്കും ഒരു 5 കൊല്ലം ഈ കറക്ഷനിലാണ് ചെയ്താൽ പിന്നെ അവൻ്റെ അതങ്ങനെ മെമ്മറൈസ്ഡ് ആവില്ല, മസിൽ മെമ്മറിയിലേക്ക് കയറും. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു 6 ഇപ്പോൾ ഇതൊരു 10 മീറ്റർ 6 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 പ്രാവശ്യം 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. പക്ഷെ അത് പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ഈ കുട്ടി ചിന്തിക്കണം, ഞാൻ അപ്പോൾ ഒറ്റയ്ക്ക് ഒരു കുട്ടി ചെയ്യാണ്, ജസ്റ്റ് ഒരു ക്യാമറ ആയിട്ട് ആരോടെങ്കിലും നിൽക്കാൻ പറയാം, നല്ല കുട്ടി പഠിക്കുക. വേണമെങ്കിൽ മുസ്തഫക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം വീഡിയോ. അതെ മുസ്തഫ കോച്ച് കറക്റ്റ് ചെയ്ത് തരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തൊരു കാര്യമാണ്. നമ്മളത് കറക്റ്റ് ചെയ്ത് തരും. കാരണം നമ്മളതൊക്കെ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി വേണ്ടതാണല്ലോ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എക്സാക്ട്ലി. ഫുട്ബോൾ ഫാൻസിൽ കോച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ നട്ടുവച്ച സമയത്ത് വന്നിട്ട് ദുബായിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കോച്ചസിന് വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ഡിസ്കഷനൊക്കെ കാണുമ്പോൾ ഇത് കോച്ചസിനാണ് പിന്നെ ഉപകാരപ്പെടുക എന്ന് നിങ്ങൾ ചിലപ്പം അങ്ങനെ തോന്നിപ്പോവും. പക്ഷെ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ സ്റ്റാർട്ടറാണ്, ബിഗിനർ ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു പ്രോ ലെവലിൽ കളിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും തന്നെ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ട് പിന്നെ അത് വെച്ചിട്ട് ആളുകൾ ജഡ്ജ് ചെയ്യാൻ പോകാൻ. ഓക്കെ, കാരണം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വേറെ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഇതിന്ന് ഒരുപാട് ഗ്രോ ചെയ്യേണ്ട വേറെ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കോച്ചിന് വേറൊരു പർപ്പസിലായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു കോച്ച്. ഓക്കെ, അപ്പം ഒരുപാട് നല്ല ഇൻഫർമേഷൻ. അതിൽ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യണം. കാരണം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു സിംഗിൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും മുസ്തഫയുടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മളതിൻ്റെ എല്ലാ സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് നേരത്തെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ അടിയിൽ വന്ന് ചോദിക്കുക ഇത് എന്തിനാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു സിംഗിൾ ലൈനിൽ നമുക്കൊരു സാധനത്തിന് നമുക്ക് അസസ് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മൾ എന്തിനാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അപ്പം നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് അറിവില്ലെങ്കിൽ പോലും നമുക്ക് അറിയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വീണ്ടും നല്ല വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.